ഹലോ നമസ്കാരം. നമ്മുടെ മഴതോരും മുമ്പേയുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. കുറച്ച് സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഗംഗേട്ടൻ നാട്ടിലെത്തിയിട്ടുണ്ട്. ഗംഗേട്ടൻ നമ്മുടെ ബാലചന്ദ്രനെ വിളിച്ചിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്, വൈജയുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്തിനാണ് താനിങ്ങനെ കള്ളം പറഞ്ഞത്, അലീന വൈജയുടെ മകളാണെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഗംഗേട്ടൻ അത് മറ്റുള്ളവരോട് പറയാത്തത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ്റെ മറുപടി അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടിത്തെറി വളരെ ഭീകരമായിരിക്കുമെന്ന് എനിക്കറിയാം എന്ന് തന്നെയാണ്. എന്താണെങ്കിലും 2 ദിവസത്തിനകം ഞാൻ നാട്ടിലെത്തും എന്ന് ഗംഗേട്ടൻ പറയുന്നുണ്ട്. ശരി, ഗംഗേട്ടൻ വന്നിട്ട് സംസാരിക്കാം എന്നാണ് പറയുന്നത് ബാലചന്ദ്രൻ. ഗംഗേട്ടനോട് പ്രത്യേകിച്ചും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ബാലചന്ദ്രൻ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ഗംഗേട്ടൻ വളരെ നല്ല രീതിയിലാണ് ബാലചന്ദ്രനോട് ഇടപഴകുന്നത്. കാരണം കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ളത് ഗംഗേട്ടൻ അറിയാലോ. പക്ഷേ മറ്റ് 2 പേർക്കും, രാജീവനും ശിവേട്ടനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ബാലചന്ദ്രന് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് അറിഞ്ഞിട്ടും ബാലചന്ദ്രനെ ഇട്ട് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ 2 പേരും ചെയ്യുന്നത്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ നമ്മുടെ ഗോവർദ്ധനും അതുപോലെ ശിവേട്ടനും രാജീവും ഒക്കെ ഉണ്ട്. ബാലചന്ദ്രൻ വീട്ടിലാണല്ലോ. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ സിസ്റ്റർമാർ വന്നിട്ട് ബില്ലിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. ഇങ്ങനെ കുറച്ച് ക്യാഷ് അടയ്ക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലിലുള്ളത് വൈജയന്തിയുടെ ചേട്ടന്മാരാണല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ഇത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊന്നും ഞങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല, ബില്ലിൻ്റെ കാര്യമൊക്കെ ബാലചന്ദ്രൻ നോക്കിക്കോളും, ബാലചന്ദ്രൻ്റെ ഭാര്യയല്ലേ ഇവിടെ കിടക്കുന്നത്, അയാൾ ബില്ലടച്ചോളും എന്നൊക്കെ പറഞ്ഞ് ഗോവർദ്ധനോട് തട്ടിക്കയറി കേട്ടോ. അത് കേട്ടപ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പെങ്ങളല്ലേ ഇവിടെ കിടക്കുന്നത്, അപ്പോൾ നിങ്ങൾക്കും ഇല്ല ഉത്തരവാദിത്തങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ വലിയ ആളായി കളിക്കൊന്നും വേണ്ട, നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയാം, എന്താണെങ്കിലും ഈ പേരും പറഞ്ഞ് ഞങ്ങൾ ബില്ലടയ്ക്കാൻ പോകുന്നില്ല, അയാളുടെ കയ്യിൽ പൂത്ത കാശുണ്ടല്ലോ, അയാൾ അടയ്ക്കട്ടെ, അയാളുടെ ഭാര്യയല്ലേ, അയാൾ കാരണമല്ലേ വൈജയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് അയാൾ തന്നെ ബില്ല് പേ ചെയ്യണം എന്ന് പറയാട്ടോ. അപ്പോൾ അത്യാവശ്യമായിട്ട് ബില്ല് അടച്ചാൽ മാത്രമേ അടുത്ത ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാജീവോ ശിവേട്ടനോ ഒന്നും അത് ബില്ല് പേ ചെയ്യാൻ തയ്യാറാവുന്നില്ല കേട്ടോ. അങ്ങനെ ഗോവർദ്ധൻ നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് ബാലചന്ദ്രനോട് ഇക്കാര്യങ്ങളൊക്കെ പറയാണ്. ബില്ലടയ്ക്കേണ്ട ആവശ്യമുണ്ട് ബാലേട്ട, കുറച്ച് ക്യാഷ് വേണം എന്നൊക്കെ പറയുമ്പോൾ ഗോവർദ്ധൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ബാലചന്ദ്രൻ. കാരണം ഗോവർദ്ധനോടല്ല, എന്ത് തെമ്മാടിത്തരാണ്, എന്ത് മോശപ്പെട്ട പരിപാടിയാണ് അവർ കാണിച്ചത്, ഒരു അന്തസ്സില്ലാത്ത പരിപാടി. അല്ലെങ്കിൽ ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത്രയൊക്കെയാണ് ബില്ല്, ഞാൻ അടയ്ക്കണോ അതോ നീ അടയ്ക്കോ എന്ന് അയാൾക്ക് മാറ്റി അതൊക്കെ നല്ല രീതിയിൽ ചോദിച്ചുകൂടെ, അതല്ലേ അന്തസ്, അതല്ലാതെ ഞങ്ങൾ അടയ്ക്കില്ല, അയാൾ അടയ്ക്കട്ടെ, ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞ്, ഇതിന് കാരണക്കാരായത് ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഞാൻ അവരോട് പറഞ്ഞതാണ് ബാലേട്ട, നിങ്ങളുടെ പെങ്ങളല്ലേ കിടക്കുന്നത് എന്ന്, പക്ഷെ അവർക്ക് അതൊന്നും അത്ര വലിയ കാര്യമില്ല, ബാലേട്ടനോടുള്ള വാശി അതാണ് അവിടെ ഞാൻ കണ്ടത് എന്ന് പറയാട്ടോ. എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയെ ഞാൻ നോക്കും, എനിക്ക് അതിൽ ബില്ലടയ്ക്കുന്നതിലൊന്നും യാതൊരു മടിയുമില്ല ഗോവർദ്ധ, പക്ഷേ അവർ ചെയ്തത് മഹാമോശം പരിപാടിയായിപ്പോയി എന്ന് പറയാണ്. കാരണം ഒരു ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു രോഗിയായി കിടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക എന്ന് പറയുമ്പോൾ അതൊരു മോശം പരിപാടിയായിപ്പോയി എന്നതാണ് ബാലചന്ദ്രൻ പറയുന്നത്. പിന്നീട് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ബാലചന്ദ്രൻ തന്നെ എല്ലാ ബില്ലും പേ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാജീവും ശിവനൊക്കെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവരെ വളരെ രൂക്ഷമായിട്ടൊന്ന് നോക്കുകയാണ് ബാലചന്ദ്രൻ. അതിനുശേഷം വൈജയെ കാണാനായിട്ട് പോവുകയാണ്. വൈജയെ കാണാനായിട്ട് പോകുമ്പോൾ അങ്ങനെ വൈജയെ ഇങ്ങനെ ICUവിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഭേദമായി തുടങ്ങിയ സമയത്താണ് ICUവിൽ നിന്ന് മാറ്റുന്നത്. ആ സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് വൈജ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ് ബാലചന്ദ്രൻ. എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, നിങ്ങളുടെ ഭാര്യയായിട്ടിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷേ മക്കൾക്ക് വേണ്ടിയിട്ടൊരു വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അതിന് കാരണക്കാരിയായിട്ടുള്ള അലീനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണെങ്കിൽ എന്തും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ വൈജയന്തി പറഞ്ഞതും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക കേട്ടോ ബാലചന്ദ്രൻ. അപ്പോൾ വൈജയന്തിയുടെ ഈ ഒരു അവസ്ഥയിൽ ബാലചന്ദ്രന് വിഷമം വരുന്നുണ്ട്. പക്ഷേ വൈജയന്തി ചെയ്ത ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, വിവാഹത്തിന് മുൻപ് ഇങ്ങനെ അലീനയെ പ്രസവിച്ചതൊക്കെ ആയിട്ടുള്ള, അത് ഓർക്കുമ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു അവസ്ഥയിൽ
വൈജയന്തിയോട് ഇത്തിരി സിമ്പതിയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടോ? സ്നേഹമല്ല, ഒരു സിമ്പതി ആയിട്ടാണ് തോന്നി തുടങ്ങുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ വൈജയന്തിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എത്ര ഉഷിരോട് കൂടിയിട്ട് ചാടിത്തുള്ളി ഇങ്ങനെ ഒച്ചയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് നടന്നിരുന്ന ആളാണ്. ഒരു ചെറിയൊരു അപകടം വന്നപ്പോഴേക്ക് ഇതിങ്ങനെ കിടക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇതാണ് മനുഷ്യരുടെ അവസ്ഥ. നമ്മൾ എന്തൊക്കെ ബാലചന്ദ്രൻ സ്വയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പാതകം, എന്തൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഭൂമിയിൽ അതൊക്കെ അനുഭവിക്കാതെ പോകാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത്, ആരാണ് ശരി എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാലചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വൈജയന്തി ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് വിവാഹം ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ചു എന്നുള്ളൊരു തെറ്റാണ്. പക്ഷേ വൈജയന്തിയെ സംബന്ധിച്ചിടത്തോളം ബാലചന്ദ്രൻ ചിന്തിക്കുന്നത് അവളുടെ വീട്ടുകാർ വൈജയന്തി ചതിച്ചതാണ് എന്നുള്ള ആ ഒരു ചിന്തയാണ് ബാലചന്ദ്രനുള്ളത്. അങ്ങനെ വൈജയന്തിയെ കണ്ട് പുറത്തിറങ്ങുന്ന ബാലചന്ദ്രൻ രാജീവിനോടും ശിവേട്ടനോടും ദേഷ്യപ്പെടുകയാണ്. ബില്ലടയ്ക്കാൻ തന്നിട്ട് നിങ്ങൾ എന്ത് മനുഷ്യരാണ്, നിങ്ങളുടെ പെങ്ങൾ തന്നെയാണോ അവിടെ കിടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് രാജീവ് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിന് ബില്ലടയ്ക്കണം, ഞങ്ങളുടെ പെങ്ങളാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ ഞങ്ങൾ എന്തിന് ബില്ലടയ്ക്കണം, നിൻ്റെ ഭാര്യയാണ് വൈജയന്തി, അതുമാത്രമല്ല നീ കാരണമാണ് വൈജയന്തിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയത്. അപ്പോൾ അവളെ പരിചരിക്കേണ്ടതും അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടതും ഒക്കെ നിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട്. ആകെക്കൂടെയുള്ള ഒരേ ഒരു പെങ്ങളാണ്, അതിൻ്റെ ജീവിതം പണ്ട് മുതലേ നിങ്ങളായിട്ട് ഇല്ലാതാക്കി, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും നിങ്ങൾ വാശി തീർക്കുകയാണല്ലേ എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ നന്നായിട്ട് അവരെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആഗ്രയിലെ കാര്യമാണ് ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നത് എന്ന് രാജീവനും ശിവനും മനസ്സിലാവുകയാണ്, അവളുടെ ജീവിതത്തിൽ സംഭവിച്ച പഴയ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അവർ മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പിന്നീട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഗോവർദ്ധനോട് വന്ന് സംസാരിക്കുകയാണ്. ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ബാലേട്ടൻ വിഷമമൊന്നുമില്ലേ ചേച്ചി ഇങ്ങനെ കിടക്കുന്നതിൽ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല, എന്തായാലെങ്കിലും അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പോകാൻ പറ്റത്തുള്ളൂ, ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഉള്ളത് ഭൂമിയിൽ തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ജീവിതത്തിലേക്ക് എന്തായാലും തിരിച്ചു വരും, പക്ഷേ എല്ലാം മറിയാൻ, അതായത് എല്ലാം ഭേദമായി വരാൻ കുറച്ച് സമയമെടുക്കും. എന്താണെങ്കിലും വേണ്ടില്ല, എൻ്റെ മുന്നിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെട്ടു പോകാൻ വൈജയ്ക്ക് ആവത്തില്ല എന്ന് പറയാണ്. എനിക്കറിയില്ല ബാലേട്ട, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, വീണുടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ ബാലേട്ട. കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അത് മുഴച്ചിരിക്കുകയുള്ളൂ, ഏച്ച് കിട്ടിയത് മുഴച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. പരമാവധി നമ്മൾ ആ താഴെ ഒരു ചില്ലുപാത്രം പോലെയാണ് നമ്മുടെ ജീവിതം, അത് താഴെ വീണ് ഉടയാതെ നമ്മൾ നോക്കണം എന്നൊക്കെ പറയാണ് ഗോവർദ്ധൻ. അപ്പോൾ ഗോവർദ്ധൻ്റെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം എന്നേ താഴെ വീണ് ഉടഞ്ഞു പോയി ഗോവർദ്ധന, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കേണ്ട ആളാണ് ഞാൻ ഇപ്പോൾ. കണ്ടില്ല എൻ്റെ അവസ്ഥ, എൻ്റെ വീട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ബാലചന്ദ്രൻ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരിയുടെയും അതുപോലെ ഹരിയുടെ കാമുകി ഉണ്ടല്ലോ അവളുടെയും കുറച്ച് സീനുകളാട്ടോ. അതായത് ശരണ്യയെ എങ്ങനെയെങ്കിലും വശീകരിച്ച് തൻ്റെ വഴിക്ക് കൊണ്ടുവരണം എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഹരി അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ വെച്ച് ഒരു ട്രാപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് ഹരി അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ്. പക്ഷേ ശരണ്യക്ക് ഇതൊന്നും അറിയില്ല. ശരണ്യ ഒരു പാറ്റയെ പോലെ അതിലേക്ക് ചെന്ന് വീഴുകയാണ്. വളരെ എന്താ പറയുക, ക്രൂവലായിട്ടുള്ള ഒരു സംഭവം തന്നെ കേട്ടോ ഇനി നടക്കാനായിട്ട് പോകുന്നത്. ഹരി ആ പെൺകുട്ടിയെ റേപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോറി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരതൊന്ന് കാണാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അലീനയാണ്. അലീന മനുവിനെ വിളിച്ച് സംസാരിക്കുന്ന കേട്ടോ. മനുവിനോട് ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ഒരു ആശ്വാസം കിട്ടുന്നത് അലീനയ്ക്ക് മനുവിനോട് സംസാരിക്കുമ്പോഴാണ്. മനു ഹോസ്പിറ്റലിലായിരുന്നു ആ സമയത്ത്. അലീന ചോദിക്കുന്നുണ്ട് മനുവേട്ടൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട് എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, അമ്മയെ കാണാൻ പറ്റുമോ, അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിനിപ്പോൾ ഇവിടെ സുനന്ദാൻറ്റി വന്നിട്ടുണ്ട്, ഒരു പക്ഷേ അവർ നിൽക്കുമായിരിക്കും എന്ന് പറയാണ്. ഞാൻ വരാം മനുവേട്ട അങ്ങോട്ടേക്ക്, അമ്മയെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ, അതിപ്പോൾ നീ വന്നു കഴിഞ്ഞാൽ ഇവിടെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയായിരിക്കും അതിന് പ്രതികരിക്കാമെന്നൊന്നും അറിയത്തില്ല, എന്താണെങ്കിലും ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്കല്ലേ കൊണ്ടുവരിക, അപ്പോൾ നിനക്ക് നോക്കാം എന്ന് പറയാണ്.
മനു. ഇനി ഡിസ്ചാർജ് ആയിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് എങ്ങാനും കൊണ്ടുപോകാൻ മനുവേട്ടാന്ന് ചോദിക്കുമ്പോൾ അതിന് അങ്കിള് സമ്മതിക്കാനൊന്നും സാധ്യതയില്ല. അങ്കിൾ ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കത്തില്ല. കാരണം അങ്കിള് സമ്മതിക്കില്ല. അങ്കിള് നെടുമ്പുരക്കിലേക്ക് തന്നെ ആൻറ്റിയെ കൊണ്ടുവരും എന്ന് പറയാണ് മനു. എന്നിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ മനുവേട്ടാ, ഞാൻ വന്നോളാം, അമ്മയെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് അലീന. അതേസമയം രോഹിത്ത് ഹരിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. എവിടെയാണ് എന്താണ് ഹരിയെ കാണാഞ്ഞിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, എടാ ഞാനിങ്ങനെ ഒരു റിസോർട്ടിലാണ്, ഞാനിവിടെ ഒരു സ്ഥലത്താണെന്ന് പറയുന്നത്, എന്താ നിനക്ക് അവിടെ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശരണ്യയും കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് വന്നതാണെന്ന് പറയാട്ടോ. എടാ നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, വേണ്ടാത്ത പരിപാടിക്കൊന്നും പോകണ്ട കേട്ടോ, എന്നിട്ട് വലിയ പ്രശ്നമാവുമെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമാവത്തില്ല, നീ വരുന്നെങ്കിൽ വാ, നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്കിവിടെ അടിച്ച് പൊളിക്കാം. ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്, ഏകദേശം അവരും ഇവിടെ എത്താറായിട്ടുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറയുമ്പോൾ ഇല്ലടാ ഞാനില്ല എന്ന് പറയാണ്. എടാ നീ ഇങ്ങോട്ടേക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല, നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, ഞാനല്ലേ എല്ലാം നോക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറയണേ. അപ്പോൾ ഹരിയുടെ നിർബന്ധപ്രകാരം രോഹിത്ത് കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. പിന്നീട് അവിടെ വെച്ചിട്ട് അരുതാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ വലിയ വിഷയമായി മാറുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗംഗേട്ടൻ നാട്ടിലേക്ക് വരുന്നതാണ്. ഗംഗേട്ടനെ കണ്ടപ്പോൾ തന്നെ രാജീവും ശിവേട്ടനും ആകെ ഒന്ന് പതറി പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഗംഗേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ വഴക്ക് പറയുന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരാകെ ഒന്ന് പതറി നിൽക്കുന്നുണ്ട്. ഗംഗേട്ടൻ വന്നിട്ട് വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് ശിവേട്ടനോടും രാജീവിനോടും ചോദ്യം ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ കണ്ണും കെട്ടി നോക്കി നിൽക്കണോ, കയ്യും കെട്ടി നോക്കി നിൽക്കണോ ഗംഗേട്ട, ബാലചന്ദ്രൻ ഇവിടെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട്, നമ്മുടെ ഒരേ ഒരു പെങ്ങളല്ലേ, അവളുടെ ജീവിതം സേഫാക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറയുമ്പോൾ എന്നിട്ട് ഇപ്പോൾ അവളുടെ ജീവിതം സേഫായല്ലോ, നിങ്ങളൊക്കെ കൂടി ഈ നിലയിൽ അവളെ കൊണ്ടെത്തിച്ചല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങളാണോ ഗംഗേട്ട അവളെ ഈ നിലയിൽ എത്തിച്ചത്, ബാലചന്ദ്രനും അയാളുടെ അവിഹിത പുത്രിയോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊക്കെ ഇത് എന്തറിഞ്ഞിട്ടാണ് പറയണത്, ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലായിപ്പോയി, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട, ഞാൻ വൈജയും ബാലചന്ദ്രനും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ കാണാനായിട്ട് പോവാണ് ഗംഗേട്ടൻ.